സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ പരിപാടികളൊക്കെ ഉണ്ടാകും. നമുക്കറിയാം, ദുബായ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർ മലയാളികളെന്നില്ല വിവിധ രാജ്യക്കാർ ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം തേടാമോ ഷിനോജ്? നമുക്ക് ചോദിക്കാം. എന്തായാലും എങ്ങനെയാണ് നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ളത് ചോദിക്കാം. എന്തൊക്കെയാണ് നാളത്തെ ക്രിസ്മസ് പരിപാടികൾ? നാളെ മെയിനായിട്ട് അവധി എടുത്തിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കേക്ക്, മെയിൻ നമ്മുടെ ക്രിസ്മസിന് കേക്കാണല്ലോ, അപ്പം അത് മുറിക്കണം, എന്നിട്ട് നോയമ്പ് വിടണം, അതൊക്കെയാണ് മെയിൻ. ഇവിടുന്ന് തന്നെ കേക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കണം. അതാണ്. നാളെ എന്തായാലും അവധി എടുക്കുകയാണ്. നാളെ അവധി എടുക്കണമെന്നാണ്. എങ്ങനെയാ പരിപാടികൾ? അവളുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസ്, ചിക്കൻ കറി, പാലപ്പം അതൊക്കെ കഴിക്കണം. നാളെ ഞാനൊക്കെ റെഡിയായോ? റെഡിയാക്കി വെച്ചിട്ടാ വന്നത്. നാളെ ഇനിയും അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്, ഇനി ചെന്നിട്ട് ഉണ്ടാക്കി വെക്കും. നാളെ രാവിലെ കഴിക്കും, നോയമ്പ് വീടും. നാട്ടിലെവിടെയാ? നാട്ടിലെ കോട്ടയം. നാട്ടിലെ ആഘോഷത്തിന്റെ വൈബ് ഇവിടെ കിട്ടാറുണ്ടോ? നാട്ടിലെ ആഘോഷത്തിലേക്കാളും കൂടുതൽ വൈബ് ഇപ്പൊ ഇവിടെ ആണല്ലോ. എന്തായാലും ഇവിടുത്തെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രത്യേക അച്ചായൻ സദ്യകളും അതേപോലെ തന്നെ നസ്രാണി ഡിഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഷസൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇവിടെ ആഘോഷം സംഘടിപ്പിക്കുന്നത്. എങ്ങനെയാണ് നാളത്തെ ആഘോഷ പരിപാടികൾ? തീരുമാനിക്കുന്നേ ഉള്ളൂ. പക്ഷേ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ചർച്ച്. പിന്നെ ബാച്ചുലേഴ്സ് കുറേ പേരുണ്ട്. നാട്ടിലത്തേക്കാട്ടിലും ഇവിടെയാണ് ഇഷ്ടം. ഇവിടെ ഒരു ഫീലിംഗ് ആണ്, നാടാണെന്നുള്ള ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഇതെൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് ഇൻ ദുബായിൽ. ലക്കി ടു ബി പാർട്ട് ഹിയർ. എങ്ങനെ പരിപാടികൾ, നാളത്തെ ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഒന്നും തീരുമാനിച്ചില്ല. പിന്നെ പള്ളി കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും പിന്നെ ബന്ധുക്കാരായിട്ട് അങ്ങനെയൊക്കെ. നാളെ അവധിയാണോ അതോ ജോലിക്ക് പോകണോ? അവധിയാണ്. അവധി എടുത്തിരിക്കുക. നാളെ വർക്കിംഗ് ഡേ ആണെങ്കിലും മലയാളികൾ കൂടുതലും അവധിയാക്കിയിരിക്കുകയാണ്. അൺഒഫീഷ്യലി തന്നെ അവധിയാക്കിയിട്ടാണ് നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. ഷിനോജ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിവിധ രാജ്യക്കാരൊക്കെ ഒത്തുചേരുന്ന ഒരു ആഘോഷമാണ് എന്നുകൂടി പറയുകയുണ്ടായി. അപ്പോൾ വിവിധ ഭാഷകളിൽ കുർബാനയൊക്കെ വേണ്ടി വരില്ലേ? തീർച്ചയായും. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ചർച്ചിൽ മലയാളത്തിലാണ് കുർബാന നടക്കുന്നത്. കാരണം ഇത് കൂടുതൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മലയാളി സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് ഉണ്ട്. അവിടെ പല ഭാഷക്കാരെത്തും, പ്രത്യേകിച്ച് ഫിലിപ്പിനോകളെത്തും, അതേപോലെ മറ്റ് അറബ് നാടുകളിൽ നിന്നുള്ള ക്രിസ്തുമത വിശ്വാസികളെത്തും. അതുകൊണ്ട് തന്നെ അറബിയിലും അതേപോലെ തന്നെ തഗലോഗിലും അങ്ങനെ പല ഭാഷകളിൽ മിക്ക വർഷങ്ങളിലും 20-22 ഭാഷകളിലൊക്കെ പലപ്പോഴായിട്ട് ഈ വിശുദ്ധ കുർബാന നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മലയാളത്തിലുള്ള കുർബാനയും അതേപോലെ തന്നെ കരോളുമാണ് ഇവിടെ ഈ ചർച്ചിൽ നടക്കുന്നത്. അമൃത, ശരി. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ പങ്കുവച്ചത്.